നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പനി ബോർഡ് LGSനെ പറ്റിയാണ്. കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പല ചാനലുകളിലും കമ്പനി ബോർഡ് LGS വിജ്ഞാപനം വരും, അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഇത് എന്താണ്, ഇപ്പൊ വരുമോ, എങ്ങനെയാണ് ഇത് എന്നൊക്കെ ഉള്ള. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോ വരും എന്നുള്ളത് ഉൾപ്പെടെ, അതായത് കഴിഞ്ഞ ലിസ്റ്റിന്റെ അവസ്ഥ എന്താണ്, ഇനി എപ്പോഴായിരിക്കും വിളിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം കമ്പനി ബോർഡ് LGSന്റെ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് എൻക്വയറീസ് വരുന്നത് കൊണ്ടാണ് നമ്മളത് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കമ്പനി ബോർഡ് LGS ഒരുപാട് അഡ്വൈസ് പോകുന്നതും ഒരുപാട് വേക്കൻസി വിളിക്കുന്നതുമായിട്ടുള്ള ഒരിതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്നതുമായിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ തവണ വിളിച്ചത് 2021 609/2021 അതിന്റെ കാറ്റഗറി നമ്പർ 609/2021. അപ്പൊ അതിന്റെ എക്സാം കഴിഞ്ഞു എന്നാണ്. OMR ടെസ്റ്റ് 17/5/2023. നമുക്ക് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 12/1/2024 ജനുവരി മാസം. അപ്പൊ ഒരു വർഷത്തോളമായി. കഴിഞ്ഞ വർഷം 2024 ജനുവരി 12 നമുക്ക് എന്ത് വന്നത്, അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അപ്പോ അതിന്റെ ഇപ്പോഴത്തെ നിയമന നില, എത്ര അഡ്വൈസ് പോയി, ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ നിയമന നില എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പൊ അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് 12/1/2024 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അപ്പൊ നമുക്കറിയാം, ഒരു 3 വർഷത്തോളമാണ് ഇതിന്റെ കാലാവധി വരുന്നത്. അപ്പൊ അതായത് ഇനി അടുത്ത ലിസ്റ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത ലിസ്റ്റിന്റെ കാലാവധി 11/1/2027 വരെയാണ് ഈ ലിസ്റ്റിന്റെ കാലാവധി. അപ്പൊ നമുക്ക് അടുത്ത ലിസ്റ്റ് എപ്പോ പ്രസിദ്ധീകരിക്കും, അടുത്ത 12/1/2027 അടുത്ത ലിസ്റ്റ് നമുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ഇത് തീരുന്നത് 2027 11 തീയതിയോട് 3 വർഷമാണല്ലോ കാലാവധി. അപ്പൊ അത് തീരും. അപ്പൊ നമുക്ക് ടോട്ടല് ഇപ്പൊ 1953 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1983 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നത് 12/1/2027. അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് എത്രത്തോളം ഉണ്ടാവും, ഒരു 3 വർഷത്തോളം ഉണ്ടാവും. അതെപ്പോഴായിരിക്കും, ഒരു 12/1/2030 വരെ. അപ്പൊ നമുക്കിപ്പൊ 2025 ആയതേ ഉള്ളൂ. 2030 5 വർഷത്തോളം ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണ് 30 വരെ അപ്പൊ നമുക്കൊരു 5 വർഷത്തോളമാണ് ഇതില് വരുന്നത്. അപ്പൊ എന്താണ് 2027 ഇപ്പൊ നമുക്ക് എക്സാം അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് അപ്പോ വരണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് എക്സാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഈ അവസാനത്തോടെ, ഡിസംബർ അവസാനത്തോടുകൂടി വന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വർഷം മൊത്തത്തിൽ 2026 മൊത്തത്തിൽ എന്ത് ചെയ്യുക, എക്സാം, അതിന്റെ വെരിഫിക്കേഷൻ, റാങ്ക് ലിസ്റ്റ് എല്ലാം പബ്ലിഷ് ചെയ്ത് അതായത് 2027 ആദ്യം ജനുവരി മാസത്തിൽ നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് അവർക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായിരിക്കും, ഈ വർഷം അവസാനം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഇതിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഓപ്പൺ കാറ്റഗറിയിൽ 1613 മെയിൽസിന്റെ അഡ്വൈസ് ആണ്. ഫീമെയിൽസിന് 1481. അപ്പൊ മൊത്തം എത്രയാണ്, 1953 പേരുണ്ട്. ഇതിപ്പം കുറെ പേര് നമ്മൾ എന്ത് ചെയ്യത്തില്ല, എടുക്കത്തില്ല. ചിലപ്പോ മെയിൻ ലിസ്റ്റിലേക്ക് ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് വ്യത്യാസം വരും. മെയിൻ ലിസ്റ്റിൽ വരുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ കാരണമൊക്കെ നമുക്ക് വീണ്ടും കുറഞ്ഞു വരും. അതിൽ നിന്ന് എന്താണ്, എല്ലാവരും ചേർന്നല്ലോ. അപ്പൊ അവർക്ക് വേറെ എക്സാം കിട്ടുന്നവർ വേറെ പോകും. അപ്പം റാങ്ക് 1613 ഉള്ളവരെ വരെ എടുത്തു, അങ്ങനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഫീമെയിൽസിനാണെങ്കിൽ 1481. പിന്നെ എല്ലാം ഉണ്ട്. EWS കാറ്റഗറി ഇതുണ്ട്, നിങ്ങൾക്ക് നോക്കിയറിയാം. SC ST എല്ലാ കാറ്റഗറിയിലും എത്ര വരെ അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർത്തിരിക്കുക. നമ്മുടെ എന്താണ് 11/1/2027 വരെ ഉണ്ട് ഇപ്പോഴത്തെ ലിസ്റ്റ്. അടുത്തത് 12/1/2027 വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ് 2030 വരെ ആ ലിസ്റ്റിന് കാലാവധി ഉണ്ടാവും. ഓക്കെയാണ്. പിന്നെ എന്താണ് മെയിൻ ലിസ്റ്റിന്റെ കാര്യവും ആണ് നമ്മൾ പറയുന്നത്. പിന്നെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോ മെയിൻ ലിസ്റ്റിൽ ഇത്രയും ആൾക്കാർ 4038 ഉണ്ടായിരുന്നു. സപ്ലിമെന്ററി ലിസ്റ്റിൽ 4055 ഉണ്ടായിരുന്നു. ഡിഫറൻറ്റ്ലി എവിടെ 124. ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോ ഷോർട്ട് ലിസ്റ്റിൽ മൊത്തം എത്ര പേരുണ്ടായിരുന്നു, 8213 പേരാണ് നമുക്ക് ഉണ്ടായിരുന്നത്. നമ്മളിത് മെയിൻ ലിസ്റ്റിലേക്ക് വന്നപ്പോ നമ്മുടെ എന്താണ് മെയിൻ ലിസ്റ്റില്
എന്താണ് 3712 പേരുണ്ട്. ഇതിലിപ്പോ എത്ര ഉണ്ടായിരുന്നു? 4038 ഉണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിലേക്ക് വന്നപ്പോ അത് 3712 ആയി. സപ്ലിമെന്ററി ലിസ്റ്റിലാണെങ്കിൽ 3552. ടോട്ടൽ 7264 പേരെയാണ് 7264 പേരാണ് എന്തുള്ളത് നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉള്ളത്. അതിന്റെ കട്ട് ഓഫ് ആണ് മെയിൻ ആയിട്ടുള്ള 76.67 ആണ് കട്ട് ഓഫ്. 76.67 ആണ് കട്ട് ഓഫ്. നമുക്ക് എന്ത് ചെയ്യാം, ഇനിയുള്ള എക്സാംസിന് ഇതിനേക്കാളും കൂടുതൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. 76 ആയിരിക്കില്ല, ചിലപ്പോൾ മിക്കവാറും കൂടാനാണ് ചാൻസ്. അപ്പോ എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ കഴിഞ്ഞതിന്റെയൊക്കെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും പഴയതൊന്ന് കൂടുമെന്നാണ് നമ്മുടെ തോന്നുന്നത്. പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7th ആണ്. LGS ആണല്ലോ, കമ്പനി ബോർഡ് LGS 7th ആണ്. എന്താണ്, ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റി LGS വന്നപ്പോൾ ആദ്യം അപേക്ഷിക്കണം, പിന്നെ കോടതി അപേക്ഷിക്കാമെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 2027 ലിസ്റ്റ് വരുന്നത്. അപ്പൊ ഡിഗ്രിക്കാരെല്ലാവരും ഇതിനു വേണ്ടിയിട്ട്, അതായത് എഴുതുന്ന എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കണമെന്നില്ല. നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഈ വർഷം അവസാനത്തോട്ട് നമുക്ക് ഡിസംബർ തന്നെ വെക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നാൽ 2026 ആ എക്സാം പ്രോസസ് ഒക്കെ കഴിഞ്ഞ് 2027 ആദ്യം ജനുവരി മാസത്തിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് PSC കേട്ടോ, നമുക്കല്ല, PSC റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഈ വർഷം അവസാനം തന്നെയാണ് നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ വർഷം അവസാനം പ്രതീക്ഷിക്കുന്ന മറ്റ് തസ്തികകൾ ഏതെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ടാവും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, പിന്നെ കമ്പനി ബോർഡ് LGS, ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്പനി ബോർഡ് LGS ഉണ്ടാവും. അതുപോലെ കമ്പനി ബോർഡ്, സാധാരണ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അതുണ്ടാവും. പിന്നെ VFA ഉണ്ടാവും. പിന്നെ ബിവറേജസിന്റെ ഉണ്ടാവും. ഇത്രയാണ് നമ്മൾ ഈ വർഷം അവസാനം പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷനുകൾ. അത് നോട്ടിഫിക്കേഷൻ വരും, നമ്മൾ അത് പഠിച്ച് അപ്പൊ എഴുതിയാൽ മതി. പക്ഷെ നമ്മൾ അതിന് വേണ്ടി കാത്തിരിക്കേണ്ട. നമുക്ക് ഇപ്പൊ എന്തുണ്ട്, ഒരുപാട് എക്സാംസ് ഉണ്ട്, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷെ LGS ആയതുകൊണ്ട് ഒരുപാട് പേര് ഈ കമ്പനി ബോർഡ് LGSന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. നമ്മുടെ ഏജ് എന്ന് പറയുമ്പോൾ 18 to 36 വരെയുള്ളവർക്ക് ഇത് അപേക്ഷിക്കാം, ജനറൽ കാറ്റഗറിയിൽ. അല്ലാതെ OBC ആവുമ്പോൾ അത് 39 ആവും, മറ്റേ SC ST ഒക്കെ ആവുമ്പോൾ 41 ആണ് അവരുടെ. 3 വർഷം 5 വർഷം നമുക്ക് ഇളവൊക്കെ ഉണ്ടാവും. അപ്പൊ കുറെ പേര് എന്ത് ചെയ്യുന്നുണ്ട്, LGS നോക്കി ഇരിപ്പുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഇത് ഒരു 10th വരെ ഉള്ളവര്, ബാക്കിയുള്ള ഇപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ, അതായത് ഈ സമയത്തിന്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. 2027 ലിസ്റ്റ് വന്നിട്ട് 2030 വരെ അത് വിളിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ ഉള്ള എക്സാം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതി എടുക്കുന്നതാണ് നല്ലത്. അതുപോലെ ഗ്രൂപ്പ് ഡി, RRBയുടെ ഗ്രൂപ്പ് ഡി ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പം അതും 10th ആണ്. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ട, അത് വരുമ്പോ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. എന്ത് ചെയ്യാ, ഇപ്പൊ ഉള്ള എക്സാംസ് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് റാങ്ക് ലിസ്റ്റിൽ വരാവുന്നതേ ഉള്ളൂ. കാരണം ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല, ഈ സമയം 2027 പിന്നെ 2030 വീണ്ടും ഒരു 3 വർഷം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും എക്സാംസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, ഈ കമ്പനി ബോർഡ് LGSും കമ്പനി ബോർഡ് അസിസ്റ്റന്റുമാണ് നമുക്ക് എന്തുള്ളത് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോകുന്നത്. സോ അതുകൊണ്ട് അതൊരു നല്ല ഓപ്ഷൻ ആണ്. എന്ത് ചെയ്യാ, അപ്പൊ ഈ വർഷം അവസാനം എന്ത് ചെയ്യും, കമ്പനി ബോർഡ് ഇതും അതുപോലെ തന്നെയാണ്. എല്ലാത്തിന്റെയും ലിസ്റ്റിന്റെ അവസ്ഥകൾ ഇതുപോലെ തന്നെയാണ് തീരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വിളിക്കുമെന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് അതിന്റെ നിയമന നിലകൾ. ഇപ്പൊ നിയമന നില ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ കട്ട് ഓഫ് ഞാൻ പറഞ്ഞു 76.67 ആണ്. ഇനിയും അത് കൂടാനാണ് ചാൻസ് ഉള്ളത്. അപ്പൊ 1983 അഡ്വൈസുകൾ നമുക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല്, അപ്പൊ ഇതിന്റെ സിലബസും സാധാരണ LGS സിലബസ് പോലെ തന്നെയാണ്. ഇതിന്റെ പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോ എത്രയാണ്, പൊതുവിജ്ഞാനം ഒരു 40 മാർക്ക്, പിന്നെ ഒരു കറണ്ട് അഫയേഴ്സ് വരുന്നത് ഒരു 20 മാർക്സ്, സയൻസ് ഒരു 10, പിന്നെ പൊതുജനാരോഗ്യം, അതായത് ബയോളജിയുമായി ബന്ധപ്പെട്ട് പൊതുജനാരോഗ്യം ഒരു 10 മാർക്ക് വരും. പിന്നെ നമ്മുടെ മാത്സും മെന്റൽ അബിലിറ്റിയും കൂടെ ഒരു 20 മാർക്സ് വരും. ഇങ്ങനെ ഇതാണ് പഴയ സിലബസ്. നമുക്കറിയില്ല, ഇനിയിപ്പോ സിലബസ് മാറി വരാം. അപ്പൊ അത് സിലബസ് ഒക്കെ എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ സാധാരണ LGS പഠിക്കുന്ന അതേ സിലബസ്. ഇനിയിപ്പോ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിയമന നില. കട്ട് ഓഫും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ എൻകറേജ് ആണ്, ഇപ്പൊ വിളിക്കും, എപ്പോ വിളിക്കും എന്നുള്ളത്. അത് വിളിക്കും, അത് ഈ വർഷം അവസാനം വിളിക്കും. അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങളും കാലയളവുകളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ എക്സാം എഴുതുന്നവരാണല്ലോ, ജോലിക്ക് വേണ്ടി എക്സാം എഴുതുന്നവര്, ഇത് വന്നിട്ട് എഴുതി എടുക്കാം എന്ന് പറഞ്ഞ് നിൽക്കണ്ട. നമുക്ക് ഇപ്പൊ ഒരുപാട് എക്സാംസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് പഠിച്ച് നന്നായിട്ട് എഴുതി എടുക്കാൻ ശ്രമിക്കുക.
എന്ത് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഒരു നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം കയറി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. ഇപ്പൊ LGS ആയാലും എന്തായാലും ഇപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും ഏതാണോ താല്പര്യമുള്ളത് അത് ജോയിൻ ചെയ്ത് പഠിക്കുക, വേഗം പഠിക്കുക. കാരണം എക്സാംസ് ഒക്കെ ഈ വർഷം ഒരുപാട് വരുന്നുണ്ട്. ഈ പറഞ്ഞ ഞാൻ കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴേ വരുള്ളൂ, അവസാനത്തോടെ ആവും, വീണ്ടും വർഷങ്ങളാവും. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. LGSന്റെ ഒക്കെ അവസ്ഥ ഇതാണ്. ഇനി ഏതാണോ നിങ്ങൾ എഴുതാൻ താല്പര്യപ്പെടുന്നത് അപ്പൊ അത് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനി പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല ഗ്രൂപ്പ് ഡി ഉണ്ട് കേട്ടോ. അപ്പം ഈ LGS നോക്കുന്നവര് ഗ്രൂപ്പ് ഡി നോക്കുവാണെങ്കിൽ ഒരു 10th ലെവൽ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും എഴുതാൻ പറ്റും. അത് നല്ല ജോലിയാണ്. അതും ഒരു എക്സാം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ LGS നോക്കുന്നവർക്ക് ഒരു നല്ലൊരു ഓപ്ഷനാണ് ഗ്രൂപ്പ് ഡി, RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ഒരു റെയിൽവേ ജോലിയാണ്. പെൻഷനൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു നല്ല ജോലി. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതും ശ്രമിക്കുക. എല്ലാം നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.